ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളൊരു ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ന്യൂ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ എത്താണ്ടായ ഒരു കാരണം എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ പാട്ടാണ് ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിച്ചത്. അപ്പോ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാടും. ടീച്ചേഴ്സൊക്കെ ആരെങ്കിലും പാടാൻ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ ഫ്രണ്ട്സുകൾ എന്ത് പേരും അറിയും. അതുപോലെ തന്നെ ഞാനും ചാടി നീക്കാറുണ്ട്, കാരണം എനിക്ക് പാടാൻ ഇഷ്ടമാണല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ ഒരു ഇതിലാണ് ഇന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സുകളും കസിൻസും ആണ് പറഞ്ഞത് എനിക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തൂടെ, എന്താണ് എനിക്ക് ഇങ്ങനെ വെറുതെ ഏതായാലും പാടുന്നുണ്ടല്ലോ, ചെറിയ കഴിവ് എന്തായാലും വെച്ചാൽ നമുക്ക് ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. നമ്മളിൽ ഒരു കഴിവുണ്ടെങ്കിൽ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടല്ലോ നീ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്നെ ഇവിടെ എത്തിച്ചത്. ഞാനിവിടെ എത്തിയതും നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. കാരണം എന്റെ മുഖം വരെ കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു DP-യോ സ്റ്റാറ്റസോ വരെ വെക്കാത്ത ആളാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും വരെ എന്നെ എത്തിച്ചത് യൂട്യൂബാണ്. ഫൈൻ, യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് എനിക്ക് തോന്നുന്നു 3 മാസം ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ അതില് എനിക്ക് ഉണ്ടായ നെഗറ്റീവ്സിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. കാരണം കുറെ നെഗറ്റീവ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ആർക്കാ നെഗറ്റീവ് വരാത്തത്? സത്യമായിട്ടും അത് സത്യമാണ്. കാരണം ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആയാലും നെഗറ്റീവ്സ് ഉണ്ടാവും. കാരണം നമ്മളെ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ പല വേർഷനാണ്. കാരണം എന്നെ പോലെ ആയിരിക്കില്ല നിങ്ങളെ പോലെ ആയിരിക്കില്ല മറ്റൊരാള്. അപ്പം കാണുന്ന കണ്ണിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും നമുക്ക്. പക്ഷെ ഞാൻ പറയട്ടെ, പുതിയൊരു യൂട്യൂബർ ആണോ നിങ്ങൾ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം എന്തെന്ന് വെച്ചാല് ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. എന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വേണ്ട, നമ്മൾ 2 ദിവസം മുമ്പ് കണ്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളിൽ ഒരാള് നമ്മൾ 2 ദിവസമായിട്ടേ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ആ 3ന്റെ അന്ന് എന്തെങ്കിലും എന്നോടൊന്ന് മുഖം കറുപ്പിച്ചാൽ അവിടെ കരഞ്ഞു, അവിടെ തീർന്നു. ജാസ്മിൻ എന്ന് പറയുന്നത് ഞാൻ അവിടെ തീർന്നു. എനിക്ക് സങ്കടം വരും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് ഇമ്മ പറയും ജാസേജി എന്താ ചെറിയ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. കാരണം ഇമ്മ എന്നല്ല, നോർമലി എന്നെ പരിചയപ്പെട്ട എല്ലാവരും പറയും ഇങ്ങനെ ആവരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സത്യമായിരിക്കാം, പക്ഷെ എന്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. പെട്ടെന്ന് ഞാൻ നോലോടിക്കുന്ന ഒരു വേർഷനാണ് ഞാൻ. അപ്പം അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാര്യം പറയാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബില് ഈ ഒരു ജേർണിയില് ഞാൻ ലൈവ് ഇടാറുണ്ട്. ഞാൻ ലൈവിലാണ് ഫസ്റ്റ് തന്നെ, എന്താ പറയാ, ഷോർട്സിന് ശേഷം ഞാൻ ട്രൈ ആക്കിയത് ലൈവാണ്. അപ്പൊ ലൈവില് ഞാൻ വന്നിട്ട് 3-ാമത്തെ ലൈവിലാന്ന് തോന്നുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായി. അതില് ഒരു കുട്ടി വന്നിട്ട്, ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പം ബൈ ചാൻസ് അതൊരു ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം, എനിക്കറിയില്ല ആരാണ്, പക്ഷെ പെണ്ണിന്റെ പേരാണ് ഇട്ടത്. എന്താണെങ്കിലും ആ കുട്ടി എന്നെ ആ ലൈവില് കരിയിപ്പിക്കാണ്ടായ കാരണങ്ങളുണ്ട്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് ചെറിയ കാര്യമാണെങ്കിലും എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അത് എന്റെ ഒരു സങ്കടമായിരിക്കാം, എന്റെ വിഷമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഇവിടെ ഇങ്ങനെ കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന പോലെ, കാരണം നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കൊരു സ്ഥാനമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെത്താൻ നമ്മളിങ്ങനെ ട്രൈ ആക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചാല് ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ കേറുകയാണ്. ഇതിനൊരു ഇതില്ല. മീൻസ് നമ്മളിങ്ങനെ ട്രൈ ആക്കാം. നമ്മളിൽ എന്താണോ ഉള്ളത് അത് മതി. കാരണം നമുക്ക് പുതിയതൊന്നും അവിടുന്ന് ഇവിടുന്നൊന്നും കൊണ്ടുവരണ്ട. നമ്മളെ കയ്യിലുള്ള മതി. നമ്മളൊരു വീട്ടമ്മയാവാം, ഫൈൻ, നമ്മളൊരു വിദ്യാർത്ഥിനിയാവാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രായമായ ആളാവാം, ഒരു അമ്മയാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ ചെറിയ കുട്ടികളാവാം. പക്ഷെ നമ്മളൊരു ഇഷ്ടമാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ, നമ്മളെ വീട്ടിന്റെ ഉള്ളിലിരുന്ന് നമ്മളെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്. പക്ഷെ അത് സ്വീകരിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പക്ഷെ ചിന്തിക്കാതെ പോയ കാര്യം അതാണ്. കാരണം ഞാൻ ഇപ്പൊ 99 പേര് എനിക്ക് പോസിറ്റീവ് വന്നിട്ട് ഒരാളാണ് എനിക്ക് നെഗറ്റീവ് വന്നത്. അന്ന് ആ നെഗറ്റീവ് വന്നപ്പോ ഞാൻ കരഞ്ഞു. അപ്പൊ ഞാൻ ആ 99 പേരെ ഞാൻ എന്താക്കാണ്, മീൻസ് ഞാൻ അവരെ ഒരു പരിഗണന കൊടുക്കാത്ത പോലെ, അത് എനിക്ക് തന്നെ ഫീൽ ആയ കാര്യം കേട്ടോ. ഞാൻ പിന്നീട് സങ്കടപ്പെട്ട ഒരു കാര്യം. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളോട് അത് പറയണമെന്ന്. കാരണം ഇപ്പോഴും ഉണ്ട് നെഗറ്റീവ് വരുന്നത്, പക്ഷെ ഇപ്പൊ ഞാൻ അതൊരു തമാശ രൂപത്തിൽ കളയാണ്. കാരണം എനിക്ക് ലൈവിലൊക്കെ നെഗറ്റീവ് വരും. ഇന്നെ പേരിട്ടിട്ട് കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ചെയ്തു. ഫൈൻ, ഞാൻ അത് വായിച്ചിട്ട് പറയും മോളെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കാം അല്ലെ, വീട്ടിലും സംസാരിക്കുന്ന ഇങ്ങനെ ആയിരിക്കാം. ചിലർ പറയും സോറി അറിയാതെ ചെയ്തത്, അത്രേ ഉള്ളൂ. കാരണം നമ്മളോട് എന്താണോ പറയുന്നത് നമ്മൾ അത് തമാശ രൂപത്തിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോടൊക്കെ പറയാനുള്ളൊരു എന്താ പറയാ ഇതുണ്ടോന്ന് എനിക്കറിയില്ല, കഴിവുണ്ടോന്നറിയില്ല. കാരണം ഞാനും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനൊരു പുതിയ യൂട്യൂബർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുന്നു, എന്റെ ഒരു അനുഭവമാണല്ലോ. അപ്പൊ ഞാൻ ഓരോട് പറയാണ്, കാരണം ഇട്ടേച്ച് പോകാൻ നമുക്ക് എളുപ്പമാണ്. എന്തൊരു കാര്യം നമ്മള് സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് എവിടെ എത്താൻ പറ്റൂല. കാരണം പഠിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണാപ്പാടം പഠിക്കുക അല്ലെ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പാട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഒന്ന് കേട്ടാൽ ഞാൻ പിന്നെ അത് പഠിച്ചു. അതാണ് നമുക്ക് ഇഷ്ടമുള്ളതിനോട് നമ്മൾ വല്ലാതെ ഇഴകിച്ചേരും. അതുപോലെ അയക്കുന്ന ഇപ്പൊ യൂട്യൂബ്. കാരണം ആ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു വീഡിയോ ഇട്ടില്ല ഭയങ്കര ഒരു വിറയലറിഞ്ഞില്ലേ നമ്മള്, മീൻസ് ഒരു ലഹരിയായി മാറി എന്ന് പറഞ്ഞ പോലാണ്. അപ്പൊ അങ്ങനെ ആവുക. കാരണം നെഗറ്റീവ് വരും. ഞാൻ തന്നെ പറഞ്ഞ പോലെ ഇപ്പോഴും സങ്കടങ്ങൾ ഇല്ലാതില്ല. നെഗറ്റീവ് വരുമ്പോൾ നല്ല സങ്കടം ഉണ്ട്. പക്ഷെ എന്തെന്ന് വെച്ചാല് ആ സങ്കടം പക്ഷെ നമ്മൾ മാറ്റി വെക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് വരുമ്പോൾ സങ്കടം മാറ്റി വെക്കുക. സങ്കടം ഉണ്ടെങ്കിൽ കൂടി നമ്മളത് എക്സ്പ്രസ് ചെയ്യാതെ അവരോട് കൂളായിട്ട് നമ്മൾ സംസാരിക്കുക. കാരണം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങൾ എന്റെ ഒരു ഫ്രണ്ടാണ്. എന്റെ ഒരു ഫ്രണ്ടിനെ ചീത്ത വിളിച്ചാൽ ഞാൻ അവളെ ചീത്ത വിളിക്കണം എന്നാണ്. പക്ഷെ ഇത് നമ്മളൊരു പൊതുവേദിയാണ്. അപ്പൊ ആ വേദിയിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തമാശ രൂപത്തിൽ കളയാന്നുള്ളതാണ് എന്റെ ഒരു പോളിസി ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു വന്നത്. എന്റെ കുറച്ച് അനുഭവങ്ങളാട്ടോ അത്. നല്ല കാര്യം പറയണവരുണ്ട്. കാരണം ഈ നെഗറ്റീവുകൾക്കിടയിലൂടെ നല്ല കാര്യം വരുമ്പോ അപ്പൊ സമാധാനം, ഇന്ന് നല്ലൊരാളുണ്ടല്ലേ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ നെഗറ്റീവ് വരുമ്പോ ഞാന് ഏറെക്കുറെ കണ്ടത്, ഞാനിങ്ങനെ എന്താ പറയാ, ഞാൻ ഈ തൊപ്പിയുടെ ലൈവൊക്കെ അധികം കാണുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ വ്യക്തിനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്താ കുറെ നെഗറ്റീവ് വരുന്നുണ്ട് ആ വ്യക്തിക്ക്. പക്ഷെ ആ വ്യക്തി അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം എനിക്കിരിക്കാൻ കഴിയില്ല. ഞാൻ പെട്ടെന്ന് ഇപ്പൊ കുറെ ഇപ്പൊ ഒരു 100 മെസ്സേജ് ഇങ്ങനെ വരികയാണ്. അതില് 98-97% നമുക്ക് പോസിറ്റീവാണ്. 2-3 ഉണ്ടാവുള്ളൂ നെഗറ്റീവ്. പക്ഷെ ആ നെഗറ്റീവിലേക്കായിരിക്കും എന്റെ കണ്ണിങ്ങനെ ഓടി പോവുക. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം തന്നെ അവിടെ പറയുന്നത്, ഞാൻ ഇപ്പൊ എത്രയോ സ്ട്രോങ് ആയി. ഞാൻ ആ നെഗറ്റീവുകളെ മാറ്റി വെക്കാൻ പഠിച്ചു. എന്നെ പഠിപ്പിച്ചത് യൂട്യൂബാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 3 മാസം ഞാനൊരു ദിവസം പോലും വർക്ക് ചെയ്യാതെ ഇരുന്നിട്ടില്ല യൂട്യൂബിനെ. കാരണം യൂട്യൂബിൽ ഇൻകം ആഗ്രഹിച്ച് വരുന്നവരാണ് എല്ലാവരും. ശരി, നമ്മൾ പണിയെടുത്താൽ നമുക്ക് കൂലി കിട്ടണം അല്ലെ? നമ്മൾ എന്തൊരു വർക്ക് ചെയ്താലും നമുക്ക് കൂലി കിട്ടണം. അപ്പൊ ഇൻകം വേണം. നമ്മൾ ചെയ്യുന്നതിൽ ഒരു ഇൻകം, പിന്നെ നമുക്ക് മറ്റുള്ള ഒരു പ്രോത്സാഹനം കിട്ടും. നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾക്ക് എന്താണ്, നമുക്കൊരു ലക്ഷ്യമാണ്. നമ്മൾ ഇവിടാണ് നിൽക്കുന്നത്, നമുക്ക് അവിടെ എത്തണം. അപ്പൊ അവിടെ എത്താൻ നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. കാടുണ്ടാവും, മുള്ളുണ്ടാവും, മലയുണ്ടാവും, ഒക്കെ താണ്ടി വെള്ളച്ചാട്ടം ഉണ്ടാവും, ഒക്കെ താണ്ടി നമ്മൾ അവിടെ എത്തണം. അപ്പൊ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എത്ര നെഗറ്റീവ് വന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് ഇരുന്നിട്ട് അതിനെ പോരാടുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെയാണ്, ഒക്കെ സെറ്റ് ആവും. എവിടെ സെറ്റ് ആവാതെ എവിടെ പോകാനാ? നമ്മൾ വിചാരിച്ചാൽ സെറ്റ് ആവാത്ത ഒരു കാര്യമില്ല. നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ എന്നും യൂട്യൂബിന് ഓരോന്ന് ഇടുക, നമ്മളാൽ കഴിയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുക, സെറ്റ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവര് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ഫസ്റ്റ് പറയാൻ എനിക്ക് വിട്ടുപോയി ഗൈസ്. അപ്പൊ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ എന്റെ വർത്താനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. നമ്മളിങ്ങനെ തന്നെയാണ്, മീൻസ് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തിയറി. കാരണം ഞാൻ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരാളല്ല. ഉള്ളത് ഡയറക്റ്റ് അങ്ങോട്ട് പറയാ, തീർക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. എന്തായാലും സന്തോഷമാണ്. ഇത്രമേൽ എത്തിച്ചത് നിങ്ങളാണ്. അപ്പോ പുതിയ യൂട്യൂബേഴ്സ് വരികയാണെങ്കിൽ എന്തായാലും വരണം. കാരണം പുതിയ യൂട്യൂബേഴ്സ് വേണം നമുക്ക്. നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ കഴിവുകളുള്ള കുറെ ആൾക്കാരുണ്ട്. വീട്ടില് ചടഞ്ഞുകൂടിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ വരണം, മുന്നോട്ട് വന്നാലേ നമുക്ക്. കാരണം എന്താ പറയുക, നമ്മളേലൊക്കെ ഉണ്ടോ ഒരു കഴിവ്. പഠിച്ചവന് വെറുതെ ദുനിയാവിലേക്ക് ഒരാൾ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു കഴിവ് എടുക്കാതെ ആരും ഇട്ടിട്ടില്ല. കുക്കിങ്ങിലായിരിക്കും ചിലർക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര കഴിവേകാരം, ചിലർക്ക് പാടാൻ കഴിവ്, ചിലർക്ക് ഡാൻസിൽ കഴിവ്, അങ്ങനെ വരയില് കഴിവ്, അങ്ങനെ പലരും പല വേർഷനാണ്. അപ്പോ എല്ലാരും വരണം. എല്ലാരും പോസിറ്റീവായിട്ട് എനർജി ആയിട്ട് ഇരിക്കട്ടെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, സീ യു.